ഹലോ മക്കളെ, NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് സോഷ്യോളജി മൊഡ്യൂൾ 4 28ാമത്തെ ചാപ്റ്ററാണ്. മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സെയിം ഇതിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഹിസ്റ്ററിയിലും കവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ടീച്ചറായിട്ട് MCQ ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പറയുന്നത്. ഹു ഫൗണ്ടഡ് ആര്യസമാജ്? ആര്യസമാജ് സ്ഥാപിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യന്. സ്വാമി ദയാനന്ദ സരസ്വതി 1875. നെക്സ്റ്റ് വൺ, ഹു ഫൗണ്ടഡ് ബ്രഹ്മസമാജ്? ബ്രഹ്മസമാജ് സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ് 1825. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ 10th ഗുരു ഓഫ് എ സിഖ്? സിഖുകാരുടെ 10ാമത്തെ ഗുരു ആരായിരുന്നു? ഗുരു ഗോബിന്ദ് സിംഗ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് MCQയിൽ വരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ എ ഹിന്ദുയിസം. ഹിന്ദു സമുദായത്തിൽ വന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് ചുരുക്കി വിവരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. പണ്ടുകാലത്തെ നിരവധി ദുരാചാരങ്ങൾ ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്നു. നമുക്കറിയാം ഇതൊക്കെ ദുരാചാരങ്ങളെ, തൊട്ടുകൂടായ്മ, സതിയിലെ ഇതൊക്കെ വലിയ ദുരാചാരങ്ങളായിരുന്നു. ഇത്തരം ആചാരങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ഉയർന്നു വന്നു. ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നു. അദ്ദേഹം 1828 സ്ഥാപിച്ച ആര്യസമാജവും ഹിന്ദു സമൂഹത്തിൽ ബ്രഹ്മസമാജാണ് അവിടെ കേട്ടോ, സമൂഹത്തിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ ഊർജം പകർന്നു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതായിരുന്നു ആര്യസമാജ് സ്ഥാപകനായിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതി ഉത്ബോധിപ്പിച്ചത് കേട്ടോ. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ സംഘടനകളുടെ പ്രവർത്തന ഫലമായി മതേതരത്വം, സമത്വം തുടങ്ങിയ ആശയങ്ങൾ ഹിന്ദു സമൂഹത്തിൽ സ്വീകാര്യത ലഭിച്ചു. അപ്പോൾ സതി എന്ന ദുരാചാരത്തിന് മുൻകൈ എടുത്തത് ആരായിരുന്നു? ദുരാചാരമില്ലാതാക്കാൻ രാജാറാം മോഹൻ റായ് ആയിരുന്നു അല്ലേ. അതേപോലെ തന്നെ കൂടായ്മ, ജാതീയത എന്നിങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ പ്രതികരിച്ചത് ആര്യസമാജ് സ്ഥാപകനായിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, വാട്ട് ഈസ് ദ സെൻട്രൽ ബിലീഫ് ഓഫ് ഇസ്ലാം? ഇസ്ലാം മതത്തിൻ്റെ പ്രധാന വിശ്വാസങ്ങൾ ഏതെല്ലാം? ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ദ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. ഇസ്ലാം മതത്തിൻ്റെ 5 പില്ലേഴ്സുകൾ, സ്തംഭങ്ങൾ കേട്ടോ. എന്തെല്ലാം? ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് വിധേയം എന്നാണ്, അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയം എന്നാണ്. അള്ളാഹുവിൻ്റെ മൊഴികളാണ് ഖുർആൻ എന്ന് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്നു. 7ാം നൂറ്റാണ്ട് മുതൽ അറേബ്യയിലാണ് ഇസ്ലാം ജന്മം കൊണ്ടത്. AD 622 ഇസ്ലാം സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമാണ് ഇസ്ലാം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുന്നികൾ എന്നും ഷിയാക്കൾ എന്നും 2 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് വിധേയം എന്ന ഒരു അർത്ഥമുള്ള വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന പദം രൂപം കൊണ്ടത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ 5 സ്തംഭങ്ങൾ അല്ലെങ്കിൽ പില്ലേഴ്സ് ഏതൊക്കെ നോക്കാം. 1, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് നബിയാണ് പ്രവാചകൻ. 2, ദിവസം 5 പ്രാവശ്യം നമസ്കരിക്കണം. 3, പാവങ്ങൾക്ക് ദാനം നൽകണം. 4, റംസാൻ മാസത്തിൽ നിരാഹാരം അനുഷ്ഠിക്കണം. 5, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മക്കയിലേക്ക് പോകണം. ഇതാണ് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ബുദ്ധിസം. അപ്പോൾ പ്രധാന മതങ്ങളിൽ ഒന്ന് നമ്മൾ ഹിന്ദു മതം പറഞ്ഞു, നെക്സ്റ്റ് നമ്മൾ ഇസ്ലാം മതം പറഞ്ഞു, ഇനി അടുത്ത മതമാണ് ബുദ്ധിസം. അപ്പോൾ 6ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ രാഷ്ട്ര സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മതമാണ് ബുദ്ധമതം. ഗൗതമ ബുദ്ധൻ ആരാണ്? ബുദ്ധമത സ്ഥാപകൻ. അണ്ടർലൈൻ ചെയ്തിടുക, ഗൗതമ ബുദ്ധൻ എന്ന സിദ്ധാർത്ഥനായിരുന്നു. 563 BC ആണ് കേട്ടോ. 63 നേപ്പാളിലെ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനിയിലെ ഒരു ശാക്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ത്രിരത്നങ്ങളിൽ അഭയം തേടുന്നതോടെ ബുദ്ധമതം ആരംഭിക്കുന്നു. ബുദ്ധധർമ്മ സംഘം എന്നിവയാണ് ത്രിരത്നങ്ങൾ. ബുദ്ധ, ധർമ്മ, സംഘ എന്നിവയാണ് ത്രിരത്നങ്ങൾ എന്നറിയപ്പെട്ടത് കേട്ടോ. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കൊടുക്കുക. ധർമ്മം എന്നത് പ്രയാസങ്ങളും, സംഘം എന്നത് സന്യാസിമാരുടെ, ധർമ്മം എന്നത് പ്രബോധനങ്ങളും, സംഘം എന്നത് സന്യാസിമാരുടെ സമൂഹവുമാണ്. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ഗൗതമ ബുദ്ധനാണ്. ഇന്ത്യയിലെ ബുദ്ധിസത്തിന് ദ്വിതല ഘടനയാണുള്ളത്, അതാണ് ബുദ്ധമതം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, റൈറ്റ് എ നോട്ട് ഓൺ എ സിക്കിസം. സിഖ് മതത്തെക്കുറിച്ച് വിവരിക്കാൻ. അപ്പോൾ വിവരിക്കല എഴുതാൻ കേട്ടോ.
ഇന്ത്യയിലെ ഏറ്റവും പുതിയ മതമാണ് സിഖ് മതം. ഗുരു നാനാക്ക് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 10ാമത്തെ ഗുരു ആയിരുന്നു ഗുരു നാനാക്ക് കേട്ടോ. ഉത്ബോധനങ്ങളിൽ നിന്നാണ് സിഖ് മതം രൂപം കൊണ്ടത്. മറ്റു മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കുന്ന സിഖ് മതത്തിന് ഒരു സമത്വ സ്വഭാവമുണ്ട്. ഗുരു ഗ്രന്ഥ സാഹിബ് അവിടെയും അണ്ടർലൈൻ ചെയ്യുക. ഗുരു ഗ്രന്ഥ സാഹിബാണ് പരിശുദ്ധ ഗ്രന്ഥം. സിഖ് മതത്തിൻ്റെ തുടക്കം പഞ്ചാബിലാണ്. ഗുരു നാനാക്ക് ആന്തരിക ശുദ്ധിക്കും ഭക്തിക്കും പ്രാധാന്യം നൽകി. ജാതിയെ നിരസിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ഈസ് ദ സെൻട്രൽ ബിലീഫ് ഓഫ് ജൈനിസം? ജൈനമതത്തിൻ്റെ വിശ്വാസങ്ങൾ എന്തെല്ലാം? പൊതുവായ വിശ്വാസങ്ങൾ. വേദകാലത്താണ് ജൈനമതത്തിൻ്റെ ഉത്ഭവം. വർദ്ധമാന മഹാവീരനാണ് ജൈനമത സ്ഥാപകൻ. അപ്പോൾ ജൈനമത സ്ഥാപകൻ വർദ്ധമാന മഹാവീരനോ ബുദ്ധമത സ്ഥാപകന് ഗൗതമ ബുദ്ധനു കേട്ടോ. അംഗസംഖ്യ കുറവാണെങ്കിലും ജൈനമതത്തിന് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ വേരുകളുണ്ട്. ജൈനമതത്തിന് 2 വിഭാഗങ്ങളുണ്ട്. വസ്ത്രം ഉപേക്ഷിച്ച ദിബങ്കരും വെള്ളവസ്ത്രം ധരിക്കുന്ന ശ്വേതാംബരും. ജൈന സമുദായം ഒരു തുറന്ന വ്യവസ്ഥയാണ്. തൊട്ടുകൂടായ്മ ജൈനമതം അനുശാസിക്കുന്നില്ല. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ സെറാസ്ട്രിയൻ മതം അഥവാ പാഴ്സി മതം കേട്ടോ. അപ്പോൾ പാഴ്സികൾ ന്യൂനപക്ഷ സമുദായമാണ്. എങ്കിലും ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ പുരോഗതിക്ക് അവരുടെ പങ്ക് വലുതാണ്. AD 8ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നും ഗുജറാത്തിലേക്ക് കുടിയേറിയവരാണ് ആരെ? പാഴ്സികൾ എന്നറിയപ്പെട്ടത്. അപ്പോൾ നമ്മളിതിൽ മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസിൽ പ്രധാനമായിട്ടും ഹിന്ദുമതം, ഇസ്ലാം മതം, ബുദ്ധമതം, ജൈനമതം, സൊറാസ്ട്രിയൻ മതം, സിഖ് മതം, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഈ മതങ്ങളെക്കുറിച്ച് നമ്മൾ ഹിസ്റ്ററിയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ 29 ആണ്. അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.